Hello everyone, welcome to my channel Sruthi's Maths Tutorial. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. വെക്കേഷൻ മൂഡിലായിരിക്കും, എല്ലാവർക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുക. കുറച്ച് സമയം എക്സാം പബ്ലിക് എക്സാം അടുത്ത് വരികയാണ്, അതുകൊണ്ട് ഫുൾ ടൈം എൻജോയ് ചെയ്യരുത്, കുറച്ച് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? മാത്സിൽ പല പ്രശ്നങ്ങളും ഒരു മിസ്റ്ററി പോലെയാണ് അല്ലേ. അതായത് രണ്ട് സംഖ്യകൾ ഇപ്പം ഹൈഡ് ചെയ്തിരിക്കുക, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിലുള്ള രണ്ട് സംഖ്യകൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മളിന്ന് അങ്ങനെയുള്ള മറിഞ്ഞിരിക്കുന്ന സംഖ്യേനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുന്ന ഒരു ആയുധമാണ് എന്തെന്ന്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അതിന് 3 മെത്തേഡുണ്ട്, 3 വഴികളുണ്ട് അത് കണ്ടുപിടിക്കാൻ. ഇപ്പം നമുക്ക് ആ 3 മെത്തേഡും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് എന്തെന്ന്? ഇപ്പോൾ മെത്തേഡ് 1 എന്താണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എന്താണ്? ax² + bx + c = 0, a ≠ 0 എന്നാണല്ലേ. അപ്പോൾ ഇതിൽ ഫാക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്. പിന്നെ ഫാക്ടർ കിട്ടുകയാണെങ്കിൽ എന്താണ്? ലൈഫ് ഈസ് ഈസി. ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം, ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ, വളരെ സിമ്പിൾ, ഒരു ടെൻഷനും ഇല്ല അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണ്. x² - 5x + 6 = 0. അപ്പോൾ ഇതിനെ ഫാക്ടർ ചെയ്യണം. ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മിഡിൽ ടേമിന് എന്ത് ചെയ്യണം? ഫാക്ടർ ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ എന്താണ്? സമ്മ് നമുക്ക് എന്താണുള്ളത്? സമ്മ് = -5ഉം പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് = 6ഉം ആണ്. അതായത് ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5ഉം കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6ഉം കിട്ടണം. അപ്പോൾ ഏത് നമ്പർ ഉണ്ട് അത്? അപ്പോൾ നമുക്കറിയാം -2 - 3 നോക്കി നോക്ക്. -2 × -3 എന്താണ്? 6 ആണ്. അത് -× +6. ഇനി -2 + -3 എന്താണ്? -5. അതല്ലേ നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x² 5ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? -2x - 3x അതായത് മിഡിൽ ടേമിനെയാണ് നമ്മൾ ഫാക്ടർ ചെയ്യുന്നത്, +6 = 0. ഇതിൽ നമുക്ക് കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് x × x - 2 - 3 ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ x - 2 = 0 എന്ന് കിട്ടുമല്ലോ. ഇതിൽ നിന്ന് വീണ്ടും കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x - 2 × x - 3 = 0. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? അത് ഈ രണ്ട് ടേമിൻ്റെ അകത്തുനിന്ന് നമ്മൾ എക്സ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ x - 2 വരും അല്ലേ. അതേപോലെ ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്തു? -3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ x - 2 വന്നു. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടൊന്നും കോമൺ ആയിട്ട് x - 2 പുറത്തെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്? ഏതെങ്കിലും രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ = 0 ആണെങ്കിൽ അതിലേതെങ്കിലും ഒരു ഫാക്ടർ, അതായത് അതിലേതെങ്കിലും ഒരു ഫാക്ടർ =0 ആയിരിക്കണം അല്ലേ. അതായത് ഒരു പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിൽ ഒരു ഫാക്ടറെങ്കിലും 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെടുക്കുക? x - 2 = 0 ഓർ x - 3 = 0 എന്ന് വന്നു. അപ്പോൾ x = 2 ആൻഡ് x = 3 എന്ന് വന്നത്. അതായത് x = 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് കിട്ടി, സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷൻ നമുക്ക് എന്ത് കിട്ടി? x = 2 ആൻഡ് 3 എന്ന് കിട്ടി, 2, 3 കിട്ടി. അപ്പോൾ നമ്മളെ മെത്തേഡ് 1 നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെത്തേഡ് 2 ആണ് നോക്കുന്നത്. എന്താണ് മെത്തേഡ് 2 എന്ന് പറയുന്നത്? മെത്തേഡ് 2 = കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഓക്കെ, സ്ക്വയർ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഇക്വേഷനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക.
അപ്പോൾ നമുക്കൊരു ഇക്വേഷനിൽ സ്ക്വയർ കിട്ടുന്നില്ല, അപ്പോൾ ഫാക്ടേഴ്സ് കിട്ടുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളതിനെ എന്താക്കി മാറ്റാൻ പോവുകയാണ്? പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക. അതെങ്ങനെയാണ്? നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 is equal to 0. ഒരു എക്സാമ്പിളാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് ടേമിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോവുക. പെർഫെക്റ്റ് സ്ക്വയർ ആക്കി ചെയ്യുമ്പോഴാണ് സ്ക്വയർ ടേം ആക്കിയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോൺസ്റ്റൻറ്റ് ടേമിന് അപ്പുറത്തേക്ക്, ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്, അപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആവും. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്, അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്, എക്സിൻ്റെ കോയിഫിഷ്യൻ്റും ഹാഫ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക. എന്നിട്ട് അതിനും രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് b/2 സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആഡ് ഓൺ ബോത്ത് സൈഡ്സ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ്, ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് അല്ലേ? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് ഇവിടെ. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/2 is equal to 3 ആണ്. അപ്പോൾ 6/2 ഹോൾ സ്ക്വയർ, ഇപ്പോൾ 3 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞു. എന്നിട്ട് അത് രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈക്വൽ ടു -5 പ്ലസ് 9 വന്നു. അപ്പോൾ ഇത് നോക്കി ഇതെന്താണ്? ഇത് a+b ഹോൾ സ്ക്വയർ ഫോമിലാണ്. അതായത് a+b ഹോൾ സ്ക്വയർ ഫോം എന്ന് പറഞ്ഞാൽ x+3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേമിലാക്കാമല്ലോ. അതിനെ മാറ്റാൻ നമുക്ക് ഇതാക്കിക്കൂടെ. അപ്പോൾ ഇതിനെ x+3 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. x+3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 4 വരും. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട്, അതായത് സ്ക്വയർ ടേമിൽ എഴുതിയതാണ് x+3 ഹോൾ സ്ക്വയർ. ഇതിന് a+b ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതി ഈ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ x+3 ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ റൂട്ട് എടുക്കുക. അതായത് രണ്ട് വശത്തും എഴുതി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? x+3 ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? x+3 ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ +or-2 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു നമുക്ക് എന്ത് വരും? +or-2 -3 എന്ന് വരും. അപ്പോൾ +2ൻ്റെ കൂടെ -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1. അപ്പോൾ x ഈക്വൽ ടു -1, -2 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ -5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ -1ഉം -5ഉം കിട്ടി. അപ്പോൾ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു, എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്തെന്ന്? മെത്തേഡ് 3. അതായത് നമ്മളിപ്പോൾ ഈ സ്ക്വയർ മെത്തേഡും ഫാക്ടറൈസേഷനും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അയ്യോ ചെയ്യുന്നില്ല, ടെൻഷൻ അടിക്കേണ്ട, അതിനൊരു വേറൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താണത്? ഫോർമുല മെത്തേഡ്. അതായത് ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരൊറ്റ ഫോർമുല മതി. അതേതാന്ന് നോക്കാം. അത് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. അപ്പോൾ ആ ഫോർമുല എന്താണ്? ഫോർമുല എന്ന് പറയുന്നത് x ഈക്വൽ ടു -b +or- √b² -4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് എന്തെന്ന്? ഈ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല മെത്തേഡിലാക്കുന്ന ഫോർമുലയാണ് ഇത്. x ഈക്വൽ ടു -b +or- b² -4ac ഡിവൈഡ് ബൈ 2a. അപ്പോൾ ഇതിൽ b² -4ac എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിമിനൻ്റ് ആണ്. ഇതെന്നാ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും. ഡിസ്ക്രിമിനൻ്റ്. അപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 2x² -7x
പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആ ഫോർമുല വെക്കുകയാണ്. ഇവിടെ എന്താണ്, ഇവിടെ എ ഈസ് ഈക്വൽ ടു 2 ആണ്, ബി ഈസ് ഈക്വൽ ടു -7 ആണ്, സി ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ബി സ്ക്വയർ, ഇപ്പോൾ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. അപ്പോൾ അവിടെ ഇത് നമ്മൾ കൊടുക്കുകയാണ്, മൈനസ് ഓഫ് -7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -7 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുന്ന ഇവിടെ -7 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് ഇൻറ്റു -7 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 7 ഇൻറ്റു 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 മൈനസ് 24 ഡിവൈഡഡ് ബൈ 4 എന്ന് വന്നു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, എക്സ് ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന് വരും ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ഇതിന് വീണ്ടും നമുക്ക് എക്സിനെ ഇതാക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3,1/2 എന്ന് വരും. അപ്പം മെത്തേഡ് 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവുന്നതാണ്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാക്ടറൈസേഷൻ കിട്ടുക, അതായത് ഫാക്ടർ കിട്ടുകയാണെങ്കിൽ നമ്മളത് വെച്ചിട്ട് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഫാക്ടർ ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്ത് നോക്കുക. അപ്പോൾ ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പം തോന്നുന്ന ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യാൻ തോന്നിയാൽ നമ്മളത് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ, മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ്. അപ്പം നമ്മളിന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന 3 മെത്തേഡും പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിക്കുക. മാത്സ് മാത്രമല്ല എല്ലാം പഠിക്കുക, ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.